ഹലോ, നമസ്കാരം, അസ്സലാം വലൈക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജസ്നാസ് കുക്ക്ബൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികളുടെ ഒരു ഫേവറേറ്റ് ഡെലിക്കസിയാണ് പായസം. പ്രത്യേകിച്ച് സദ്യകളിൽ നമുക്ക് പായസം ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പായസം നിങ്ങൾ ഈ വിഷുവിന് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. ബീറ്റ് ഓട്സ് സാഗോ പായസമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ പാലടയുടെ ഒക്കെ ടേസ്റ്റിൽ കിട്ടുന്ന സൂപ്പർ പായസമാണ് കേട്ടോ അത്. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ളത് 1 കപ്പ് സാഗോ സീഡ്സാണ്, ചവ്വരി. ഈ ചവ്വരി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്നും ഇങ്ങനെ സോക്ക് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് ഓട്സാണ്. ഞാനിപ്പോൾ ഇവിടെ റോൾഡ് ഓട്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ഇൻസ്റ്റൻറ്റ് ഓട്സ് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം, പക്ഷേ കുറച്ചും കൂടി നല്ലത് ഇതുപോലത്തെ റോൾഡ് ഓട്സ് ഉപയോഗിക്കുന്നതാണ്. ഹെൽത്ത് വൈസ് വെച്ച് നോക്കിയാൽ നമുക്ക് പായസത്തിൽ ഉപയോഗിക്കുമ്പോഴും ഈ ഒരു ഓട്സാണ് നമുക്ക് നന്നായിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓട്സ് ഇതുപോലെ ഒരു പാൻ എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യൊന്നും ഇടാതെയാണ് റോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ എടുത്താലും ടേസ്റ്റ് ഒന്നും കുറവ് വരില്ല കേട്ടോ, ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആക്കുമ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ക്രാക്ക് ആവണം, ഇങ്ങനെ പൊട്ടണം. അതാണ് നമ്മുടെ ആ ഒരു പരുവം. നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ പറയും നല്ല മുരിഞ്ഞ് വരുന്ന പോലെ നമ്മൾ ഈ ഒരു ഓട്സിനെ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഓട്സൊക്കെ ഒന്ന് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ എടുത്ത് കയ്യിൽ പൊട്ടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പൊട്ടുകയും ചെയ്യും. അതുപോലെ നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു കിലുകില സൗണ്ട് ഉണ്ടല്ലോ, ഒരു നല്ല ക്രിസ്പായിട്ട് ഉള്ള ഇളക്കുമ്പോഴത്തെ ഒരു സൗണ്ടും കൂടി നമുക്ക് വരും. അപ്പോൾ നമ്മുടെ ഓട്സ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കാം. അടുത്തതായിട്ട് വേണ്ടത് ബീട്രൂട്ടാണ്. ഒരു വലിയ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇത്തിരി വലിയ പീസസ് ആക്കി തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒരു പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ബീട്രൂട്ടിനെ നന്നായിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ 1-1.5 ഗ്ലാസ് വെള്ളം വരെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഒരു 2-3 മിനിറ്റ് നമ്മളിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോഴാണ് ആ ബീട്രൂട്ടിൻ്റെ സത്തൊക്കെ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. അപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് തീ ഓഫാക്കിയിട്ട് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള സാഗോ സീഡ്സ് ഉണ്ടല്ലോ, ചവ്വരി, അതിൻ്റെ ഒന്ന് നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി അതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ സാഗോ സീഡ്സിൻ്റെ ഒരു പശപ്പ് ഉണ്ടാവുമല്ലോ അതൊക്കെ കളഞ്ഞ് നമുക്കിതുപോലെ ഒന്ന് എടുക്കാം. അതിനുശേഷം സാഗോ സീഡ്സ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ ബീട്രൂട്ട് വേവിച്ച് വെച്ചില്ലേ, അതിൽ നിന്ന് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ മാത്രം കേട്ടോ. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ മാത്രം നമുക്ക് ഈ ഒരു ചവ്വരിയുടെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ അതിൽ നിന്ന് ആ ബീട്രൂട്ടിൻ്റെ പീസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കൂടെ 1 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കളി ഇറങ്ങാമെന്ന് പറയില്ലേ, ആ ഒരു കൊഴുപ്പ് ഇറങ്ങിയിട്ട് കട്ടിയായിപ്പോവും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് പായസം വെക്കാനുള്ള ഒരു പാത്രം എടുത്ത് വെച്ചു. അതിലേക്ക് ഞാൻ 1.5 ലിറ്റർ പാലാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് ഓട്സ് 1 കപ്പ് ചവ്വരിയാണ് എടുത്തത്, 1.5 ലിറ്റർ പാല്. ഈ പാലിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ 1.5 ലിറ്റർ പാലും ഞാനിപ്പോൾ ഇനി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ സാഗോ സീഡ്സ് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചവ്വരി ഇപ്പുറത്തിരുന്ന് വേവുന്നുണ്ട്, പാലിവിടെ തിളക്കുന്നുണ്ട് കേട്ടോ. ഈ ചവ്വരി വേവിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആ കൊഴുപ്പ് ഇറങ്ങി വന്നിട്ട് അത് കട്ട പിടിക്കും, അടിയിൽ പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം.
നമ്മുടെ ചവ്വരി ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ കേട്ടോ, മുഴുവനായിട്ട് വേവാനായിട്ട് നിൽക്കേണ്ട, ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇത്തിരി വലിയ പീസസ് ആക്കിയിട്ട്, ഇതുപോലെ നമുക്ക് എടുത്ത് മാറ്റാൻ സൗകര്യമുള്ള തരത്തിലുള്ള ഇത്തിരി വലിയ പീസസ് ആക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഇടാനായിട്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു ചവ്വരിയുടെ അതിൽ നിന്ന് ബീട്രൂട്ടിൻ്റെ പീസസ് എല്ലാം എടുത്ത് മാറ്റി, ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ ഒരു അരിപ്പയിൽ കൂടെ നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ചവ്വരി നമുക്ക് എടുക്കേണ്ടത്. നമ്മൾ വെച്ചിരുന്ന പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിരുന്നു. തിളച്ചതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ പാലിലുള്ള ജലാംശമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കാം. അപ്പോൾ ചവ്വരി ഒരു 1/4 ഭാഗം വേവല്ലേ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കി ഇതിൽ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കിടന്നിട്ട് തിളക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്തോളും. ചവ്വരി നന്നായിട്ട് ഒരു 2 മിനിറ്റും കൂടി തിളച്ച് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം അത്യാവശ്യം ഉണ്ടാവും നമ്മൾ 1 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ. നല്ല കടുമധുരമല്ല, എന്നാൽ കുറവല്ലാത്ത രീതിയിലാണ് നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഓട്സാണ്. അപ്പോൾ ഓട്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മളൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് നമുക്കിതിനൊന്ന് തിളപ്പിക്കണം. കാരണം ആ ഓട്സും ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട്. കാരണം നമ്മൾ വറുത്തെടുത്തതല്ലേ, വെന്തിട്ടില്ലല്ലോ. ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടിക്ക് പകരം ഒരു 2 ഡ്രോപ്പ് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കണം. അപ്പോൾ ആ എല്ലാതും കൂടി ഈ ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട്, ആ ഓട്സൊക്കെ ഒന്ന് വെന്ത് ആ ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വരും. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാലിൽ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ആദ്യം വേവിച്ചെടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പാലിൽ വെള്ളം പിന്നെ ഇപ്പോൾ വെള്ളം കൂടി ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം കൂടി ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ശരിയാവില്ല. അപ്പോൾ നമുക്ക് ആദ്യം വെറുതെ പാൽ വെച്ച് തിളപ്പിച്ചിട്ട് ഇപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 2 മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് കിടന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്സും ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യമൊക്കെ ഒന്ന് നമ്മുടെ ഈ ഒരു പായസം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ പായസം ഇരിക്കേണ്ടത്. വല്ലാതെ കട്ടിയിൽ നമ്മൾ കുറുക്കിയെടുക്കേണ്ട കാര്യമില്ല. കാരണം അപ്പോൾ ഇരിക്കും തോറും അതൊന്നും ഓട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇരിക്കും തോറും ഒന്നും കൂടി വന്നത് കട്ടിയാവും. ഇതിലേക്ക് പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വറുത്തിടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടണോ നിങ്ങൾക്കത് വറുത്തിടാം. പക്ഷെ ഞാനിപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വറുത്തിടുന്നില്ല. പകരമായിട്ട് ഇതുപോലെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരു ചെറിയൊരു ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോൾ ശരിക്കും നമുക്ക് ആ പാലടയൊക്കെ കുടിക്കുന്ന ആ ഒരു ഫ്ലേവറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഇല്ലല്ലേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ പാട ചൂടും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആ ഒരു ബോയിലിംഗ് പോയിൻറ്റിൽ നിന്ന് ഒന്ന് ഡൗൺ ആവുന്നത് വരെ നമ്മളൊന്ന് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. ചെറിയ ചൂടിൽ കുടിക്കുന്നതാണ് ഈ പായസത്തിൻ്റെ ടേസ്റ്റ്. തീർച്ചയായിട്ടും നല്ലൊരു റെസിപ്പിയല്ലേ ഇത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഹാപ്പി വിഷു.